ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് കുറേ ആൾക്കാരുടെ ഡൗട്ടാണ്. ഓക്കെ, അതായത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കുറച്ച് ട്രേഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം SMC ICT കൺസെപ്റ്റ് ഒക്കെ പഠിച്ച കുറേ ട്രേഡേഴ്സ് ഉണ്ട്. അവർ കണ്ടിന്യൂ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഡൗട്ടുകൾ നമ്മൾ ഇന്ന് ഇവിടെ ക്ലിയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അവർ ചോദിക്കുന്നത് എന്താണ്? അവരിപ്പോൾ SMC ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. SMC ഈ ടൂളിൽ വർക്കാകുമോ? അല്ലെങ്കിൽ അവർ പഠിക്കുന്നത് ICT ആണ്, അത് ഈ ടൂളിനകത്ത് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യിക്കാം? അതുപോലെ ബാക്കി ലിക്വിഡിറ്റി കൺസെപ്റ്റും അതുപോലെ ഓർഡർ ബ്ലോക്ക്, ഓർഡർ ഫ്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ടൂളിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ടാണ് കുറേ അധികം എൻക്വയറി വന്നിട്ടുള്ളത്. ഓക്കെ, അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ ടൂളിനകത്ത് നിങ്ങൾക്ക് SMC ICT അതുപോലെ തന്നെ ലിക്വിഡിറ്റി കൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടേത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് മെത്തേഡാണ്. ഓക്കെ, ഡിസ്ക്രിഷണറി മെത്തേഡ് അല്ല. ഡിസ്ക്രിഷണറി ട്രേഡിംഗ് മെത്തേഡിലുള്ള പ്രോബ്ലം എല്ലാം ഞാൻ ആ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ വീഡിയോയ്ക്കകത്ത് നമ്മളിന്ന് SMCക്കാർക്ക് എങ്ങനെ ഇതിനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പം ക്രിപ്റ്റോയുടെ മാർക്കറ്റാണ് കേട്ടോ, ക്രിപ്റ്റോയുടെ ചാർട്ടാണ് കിടക്കുന്നത്. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, ഏകദേശം 11:37. ഇപ്പം ആദ്യം തന്നെ നമുക്ക് SMCയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളിപ്പം SMC പഠിച്ച ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ SMC അറിയാവുന്നവരാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്റ്റ് ആവും. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ, നോർമലി നമ്മളുടെ ഈ ടൂൾ നോർമലി യൂസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് കൺസെപ്റ്റ് പ്രകാരം യൂസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മളുടെ ടൂളിലുള്ള ഓട്ടോ പൈലറ്റ് മോഡൊക്കെ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, ഓക്കെ, അവർക്ക് മേ ബി ഈ SMCയുടെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വരത്തില്ല. എന്നാലും നിങ്ങൾ അതുകൂടി അറിഞ്ഞു വെച്ചേക്കുക. നിങ്ങൾ ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. ഏതിലാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പം അതിനകത്ത് റിസൾട്ട് വന്നു തുടങ്ങും. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് SMCയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം വേറെ അധികം മാറ്റമൊന്നുമില്ല നോർമലി SMCയും സാധാരണ പ്രൈസ് ആക്ഷനും അതുപോലെ തന്നെ നമ്മളുടെ ഈ ടൂളിൻ്റെയൊക്കെ കൺസെപ്റ്റും തമ്മിൽ. ഓക്കെ, നമ്മളുടെ ടൂളിനകത്ത് പ്രൈസ് ആക്ഷനാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ അത് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്, അത്ര ഉള്ളൂ അതിനകത്ത് വ്യത്യാസം. ഓക്കെ, ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ, മസ്റ്റായിട്ട്. സാധാരണയായിട്ട് നമ്മൾ ഒരു പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റ് വെച്ച് ഒരു ബുള്ളിഷ് സൈഡിലേക്ക് പോകുന്ന മാർക്കറ്റിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഹയർ ഹൈ ഹയർ ലോ വെച്ച് മുകളിലേക്ക് പോകുന്നു എന്ന് പറയും അല്ലേ? അതായത് ഒരു ഹൈ വെച്ചു, ദെൻ ഒരു ലോ, ഓക്കെ, ദെൻ ഒരു ഹൈ. അപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഓൾറെഡി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയി. ഈ ഹൈയുടെ മുകളിൽ അടുത്ത ഹൈ ക്രിയേറ്റ് ആയപ്പോൾ നമ്മൾ ഹയർ ഹൈ എന്ന് പറഞ്ഞു അല്ലേ? അപ്പം ഇവിടെ നോർമലി ഒരു ലോ വെച്ചു, അല്ലെങ്കിൽ ഇതൊരു ലോ ആണെന്ന് വിചാരിക്കുക. ഈ ലോയ്ക്ക് മുകളിലാണ് ഈ ലോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതെന്താണ്? ഹയർ ലോ ആണ്. ഓക്കെ, അതായത് മുകളിലേക്ക് പോകുമ്പോൾ നോർമലി ഹയർ ഹൈ ഹയർ ലോ വെച്ചാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് അല്ലേ? നമ്മളിതിനെ HH എന്ന് പറയും, HL എന്ന് സാധാരണ പ്രൈസ് ആക്ഷൻ മെത്തേഡിൽ നമ്മളിതിനെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ താഴേക്കുള്ളൊരു മാർക്കറ്റിലാണെങ്കിൽ, ട്രെൻഡ് ഇപ്പോൾ താഴേക്കാണ് നിൽക്കുന്നതെങ്കിൽ നോർമലി എന്താണ്? ഒരു ലോവർ ലോ വെക്കും, ഒരു ലോവർ ഹൈ വെക്കും. ഓക്കെ, ഒരു ലോവർ ലോ വെക്കും, ഒരു ലോവർ ഹൈ വെക്കും, ഒരു ലോവർ ലോ വെക്കും, ഒരു ലോവർ ഹൈ വെക്കും. അതായത് നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ ഇതൊരു ഹൈ ആയിരുന്നു. ഓക്കെ, ഈ ഹൈയുടെ താഴെ ഒരു ഹൈ വന്നപ്പോൾ ലോവർ ഹൈ ആയി. ഓക്കെ, ഒരു ഫ്രഷ് ലോയ്ക്ക് താഴെ ഒരു ലോ വെച്ചപ്പോൾ അത് ലോവർ ലോ ആയി. അതായത് ഈ ലോയുടെയും താഴെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലോവർ ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹൈയുടെ താഴെ ആയതുകൊണ്ടാണ് ഈ ഹൈക്ക് ലോവർ ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ ലോവർ ലോ ലോവർ ഹൈ വെച്ച് മാർക്കറ്റ് താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. ഹയർ ഹൈ ഹയർ ലോ, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാം, നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട കാര്യമില്ല. ഈ ഒരു ഏരിയ ഹയർ ലോ ആണ്. ഓക്കെ, ഇത് ഹയർ ഹൈ ആണ്. മേളിലോട്ടുള്ള ഓരോ ഹൈനെ ബ്രേക്ക് ചെയ്യുന്നതെല്ലാം, അതായത് ഈ ഹൈയുടെ മുകളിൽ ഇതായതുകൊണ്ടാണ് ഹയർ ഹൈ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നോർമലി ബേസിക് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റാണ് ഈ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലോവർ സൈഡിലേക്ക് വരുമ്പോൾ ഇതൊരു ലോ ആണെങ്കിൽ ഈ ലോയിനെ താഴേക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് അടുത്ത ഫ്രഷ് ലോ വെച്ചുകൊണ്ട് ഇത് ലോവർ ലോ ആകും. അതായത് ഇതൊരു ലോ ആണെങ്കിൽ ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതൊരു ലോവർ ലോ ആകും. നമുക്കിതിലും സിമടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇതുപോലത്തെ കുറേ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ. സാധാരണഗതിയിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം നമ്മൾ മുകളിലേക്ക് പോകുന്ന മാർക്കറ്റിനെ ഹയർ ഹൈ ഹയർ ലോ,
അതുപോലെ തന്നെ താഴേക്ക് വരുന്ന മാർക്കറ്റിനെ ലോവർ ലോ ലോവർ ഹൈ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സൈഡ് വേസ് മാർക്കറ്റിൽ നമുക്കിതിനെ സെയിം രീതിയിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ലോവർ ലോ ലോവർ ഹൈ മാർക്ക് ചെയ്യുന്നത് ചില ആളുകൾ ക്യാൻഡലിന്റെ ക്ലോസിംഗ് ബേസിസിലായിരിക്കും. ഓക്കെ, ചില ആളുകൾ ക്യാൻഡലിന്റെ വിക്ക് ഉണ്ടല്ലോ, അതായത് ക്യാൻഡലിന്റെ ഈ ഒരു കാലുണ്ടല്ലോ, അത് ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഈ ലോവർ ലോ ലോവർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഒക്കെ മാർക്ക് ചെയ്യും. ഓക്കെ, അതൊക്കെ ഡിപ്പെൻഡ് ആണ്, അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ നോർമലി വിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ SMCയിലും വരുന്നത്. ഓക്കെ, പക്ഷെ എന്താണ് അവിടെ അവർ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നോർമലി ഒരു ഹയർ ഹൈ പോകുന്ന മാർക്കറ്റിനെ അവർ പറയുന്നത് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അതായത് ഒരു ന്യൂ സ്ട്രക്ചർ ഫോം ചെയ്തു, അതിന് നമ്മൾ നോർമലി BOS എന്ന് പറയും, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. അപ്പോൾ അതിന് ഇവരെന്ത് ചെയ്യും, നോർമലി SMCക്കാർ നോർമലി ഇതുണ്ട്, ഇവിടെ നോർമലി ഒരു ഈ ഹൈനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ അതൊരു അടുത്ത ഫ്രഷ് സ്ട്രക്ചർ വെച്ചേക്കുവാണ്. അപ്പം ഇവിടെ അവർ നോർമലി BOS എന്നാണ് നോട്ട് ചെയ്യുന്നത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, സെയിം കാര്യം തന്നെയാണ് അവിടെ നടക്കുന്നത്, പക്ഷെ അവർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നാണ് അതിനെ പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഹൈ വെച്ച് കഴിഞ്ഞാൽ അതിനെയും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഏരിയയിലും സെയിം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നെയാണ് അടുത്ത ഫ്രഷ് ഹൈ വെക്കുമ്പോഴും പറയുന്നത്. ഓക്കെ, അപ്പം ഇതെന്താണ്, മുകളിലേക്കുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ, അതായത് ബുള്ളിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് സൈഡിലേക്കുള്ള BOS എന്നാണ് പറയുന്നത്. നോർമലി അതിന് നമുക്ക് കളർ ഏത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളിപ്പോൾ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സൈഡിലേക്കുള്ള സ്ട്രക്ചർ കണ്ടിന്യൂവേഷൻ ആയിട്ട് നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. സെയിം കാര്യം തന്നെയാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരുന്നത്. ഓക്കെ, ഇവിടെ ഈ ലോ താഴേക്ക് കട്ടായി കഴിയുമ്പോൾ നമ്മൾ ഒരു ഫ്രഷ് ലോ വെച്ചെന്ന് പറയത്തില്ലേ, ലോവർ ലോ വെച്ചെന്ന് പറയുന്ന സെയിം കൺസെപ്റ്റിനെ അവർ എന്താണ്, താഴേക്കുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നു. ഓക്കെ, അപ്പോൾ അതിന് നോർമലി എന്താണ്, ഒരു റെഡ് കളർ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്, കാരണം താഴേക്കുള്ള കണ്ടിന്യൂവേഷൻ ആണല്ലോ. നിങ്ങൾ പലരുടെയും ചാറ്റിൽ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ബിയറിഷ് മാർക്കറ്റിൽ വരുമ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നെഗറ്റീവാണ്. ഓക്കെ, അത് നെഗറ്റീവ് സൈഡിലേക്കുള്ള കണ്ടിന്യൂവേഷൻ ആണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു വേറൊരു കൺസെപ്റ്റ് കൂടെയും നോർമലി ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ക്യാരക്ടർ ചേഞ്ചിങ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഇപ്പം ഇത് ബുള്ളിഷ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഈ ബുള്ളിഷ് സൈഡിൽ നിന്ന് ഇത് തിരിയുന്നൊരു സ്ഥലമുണ്ടല്ലോ, തിരിഞ്ഞു കഴിഞ്ഞാലാണ് താഴേക്കുള്ള BOS വരുന്നത്. കണ്ടില്ലേ, ഇത് തിരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ താഴേക്കുള്ള BOS കിട്ടും, മേളിലേക്കുള്ള BOS മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് കിട്ടും. ബട്ട് ഈ ഒരു ഏരിയ ഉണ്ട്, മാർക്കറ്റ് തിരിയുന്ന സ്ഥലം, ഇതിനെയാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, CH എന്നാണ് അതിന് കോമൺ ആയിട്ട് പറയുന്നത്. അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സിമ്പിൾ ആണ്. ഈ മുകളിലേക്ക് പോയ ഈ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയത് ഇവിടെയാണ്. അതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, ഒരു ഹൈ വെച്ചു, ദെൻ ഒരു ലോവർ ലോ വെച്ചു, അടുത്ത ഹൈ വെച്ചു. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ നോർമലി ഒരു കണ്ടിന്യൂവേഷൻ കിട്ടി. ഓക്കെ, BOS ഇവിടെ കണക്റ്റ് ആയി, ഇവിടെ BOS വന്നു, നെക്സ്റ്റ് വീണ്ടും മാർക്കറ്റ് അടുത്തൊരു പുൾ ബാക്ക് എടുത്തിട്ട് കണ്ടിന്യൂവേഷൻ തരികയാണ്. അപ്പോൾ അടുത്ത BOS നമുക്ക് കിട്ടും അല്ലേ. ഇവിടെ നമുക്കൊരു ഹയർ ലോ വന്നു, ദെൻ അടുത്ത ഫ്രഷ് ഹൈ ഫോം ചെയ്തു. അപ്പോൾ സെയിം നമുക്ക് ഈ BOS ഷിഫ്റ്റായി മുകളിൽ വരും, കണ്ടിന്യൂവേഷൻ ആണല്ലോ. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ബുള്ളിഷ് മാർക്കറ്റാണ്. നമുക്കിവിടെ തിരിയുന്നൊരു ഏരിയ വന്നു, അതായത് ഈ ഒരു ഏരിയ വന്നു, നമുക്കവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, അവിടെ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറിനെ എങ്ങനെ ഐഡൻറ്റിഫൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് നേരെ ഹയർ ഹൈ വെച്ച് മുകളിലേക്ക് പോകുന്നു, അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വെച്ച് പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ദെൻ ഒരു ലോ വെച്ചു. ഓക്കെ, ഇത് ഹയർ ലോ ആണ്. ഈ ഹയർ ലോ വെച്ച് കഴിഞ്ഞിട്ട് പ്രൈസ് വീണ്ടും ഹയർ ഹൈ തന്നു. ഓക്കെ, അതായത് ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് ഹയർ ഹൈ തന്നു, അടുത്ത BOS വെച്ചു, ദെൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൾറെഡി തന്ന ഹയർ ലോ, അതായത് പ്രീവിയസ് ആയിട്ട് മേക്ക് ചെയ്ത ആ ഒരു ലോയിനെ കൂടി താഴേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചേഞ്ച് ഓഫ് ക്യാരക്ടർ അവിടെ ആയെന്നാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു
ഹയർ ഹൈ തന്നു. ഓക്കെ, അതായത് ഒരു ഫ്രഷ് BOS വീണ്ടും തന്നു. ബട്ട് എന്താണ് സംഭവിച്ചത് ഇവിടെ? ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന ലോ അത് ടേക്കണായി. അതായത് ഇതിനു മുമ്പെല്ലാം ഈ ലോ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. നോക്കിയേ നിങ്ങൾ, ഇവിടെ ഈ ലോ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു, ഇവിടെ ഈ ലോ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. ഈ ലോയിലേക്ക് പ്രൈസ് വന്നിട്ടില്ല. ബട്ട് ഇവിടെ എന്താണ് നടന്നത്? ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലാസ്റ്റ് വെച്ചിരുന്ന ഹൈനെ പ്രൈസ് മുകളിലേക്ക് ബ്രേക്കും ചെയ്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് താഴേക്കൊരു ലോയും വെച്ചു. സോ ഇതിനെ നമുക്ക് CH അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയാം. അതിൽ നമ്മളുടെ ടൂളിൽ MS എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതായത് മൊമെന്റം ഷിഫ്റ്റിംഗ് ആണത്. ഓക്കെ, മുകളിലേക്കുള്ള മൊമെന്റം ഷിഫ്റ്റ് ആയി. ഇതിപ്പോൾ എന്താണ്? ട്രെൻഡ് ബ്രേക്ക് ആയി. അതായത് പ്രീവിയസ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരുന്ന ലോയിനെ താഴേക്ക് ബ്രേക്ക് ആയി, CH തന്നു. അതായത് ക്യാരക്ടർ ചേഞ്ച് ആയി. ഇനി ഇവിടെ നിന്ന് വീണ്ടും താഴേക്കുള്ള കണ്ടിന്യൂവേഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, വീണ്ടും ഒരു ലോവർ ഹൈ വെക്കുന്നു, വീണ്ടും ഒരു ലോവർ ലോ വെക്കുന്നു. അതായത് ഈ ലോ ലോവർ ലോ ആണ്. ഓക്കെ, ഈ ലോനെ വീണ്ടും താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നു. അടുത്ത BOS തന്ന് കണ്ടിന്യൂ ആയിട്ട് മാർക്കറ്റ് താഴേക്ക് പോരുന്നു. ആണല്ലോ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് 3 കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടി. എന്തൊക്കെയാണ്? ഒന്ന് BOS, ഓക്കെ, അതായത് പോസിറ്റീവ് സൈഡിലേക്കുള്ള കണ്ടിന്യൂവേഷൻ, അതായത് ഹയർ ഹൈ വെച്ച് പോകുന്നതിന് നമ്മൾ പോസിറ്റീവ് സൈഡിലേക്കുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. നമ്മളുടെ ടൂളിൽ നമ്മൾ അതിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് BS എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്, മാർക്കറ്റിൽ ചേഞ്ചസ് നടന്നപ്പം, അതായത് മുകളിലേക്കുള്ള ട്രെൻഡ് ചേഞ്ച് ആയ സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. ദെൻ എന്താണ് സംഭവിച്ചത്? പ്രൈസ് താഴേക്ക് ഷിഫ്റ്റ് ആയി, പിന്നെ ഒരു ലോവർ ഹൈ ഫോം ചെയ്തു. ഓക്കെ, അത് ഈ ഹൈയുടെ താഴെയാണ് ഈ ഹൈ. സോ ലോവർ ഹൈ ഫോം ചെയ്തു, ഇവിടെ നോക്കി അറിയാൻ പറ്റും. ദെൻ താഴേക്ക് കണ്ടിന്യൂവേഷൻ തരികയാണ്. ഏത്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന് താഴേക്ക് കണ്ടിന്യൂവേഷൻ തരുന്നു. ഈ സെയിം കാര്യം തന്നെയാണ് ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ട്രെൻഡ് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ നടക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് വരുന്ന പ്രൈസ് ഒരു ലോവർ ലോയ് കൂടെ തന്നു എന്ന് വെച്ചു. ഓക്കെ, അതായത് വീണ്ടും ഒരു കണ്ടിന്യൂവേഷൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു എന്ന് നിങ്ങൾ വെക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൈ പ്രൊട്ടക്റ്റഡ് ആണ് അല്ലേ? ഈ ഹൈയും പ്രൊട്ടക്റ്റഡ് ആണ്. സോ ഈ ട്രെൻഡ് കറക്റ്റ് ആയിട്ടാണ് പോരുന്നത്. അതായത് ഈ ഹൈ എടുക്കാൻ പാടില്ല, എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ അതിനെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കണക്കാക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ലോയിലേക്ക് ടച്ച് ചെയ്യാതെ മുകളിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂവേഷൻ, അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഫ്രഷ് ലോയ് കൂടെ വെച്ചു, അതായത് ഒരു ലോവർ ലോയ് കൂടെ വെച്ച് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വീണ്ടും ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഈ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവിടെ എന്താണ്? ഒരു CH വരികയാണ്. അതായത് വീണ്ടും അവിടെ മൊമെന്റം ഷിഫ്റ്റിംഗ് വന്നു, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരികയാണ്. ഓക്കെ, മനസ്സിലായോ? ഈ CH നമുക്ക് നേരെ ഇവിടെ വരും. അതെന്താണ്? പോസിറ്റീവ് സൈഡിലേക്കുള്ള CH ആണ് വരുന്നത്, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ് വരുന്നത്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവിടുന്ന് മുകളിലേക്ക് ഒരു പോസിറ്റീവ് ട്രെൻഡ് ആയിരുന്നു, ഇവിടെ ഈ ട്രെൻഡ് കട്ടായി കഴിഞ്ഞപ്പം നമുക്ക് ഇവിടെ ഒരു മൊമെന്റം ഷിഫ്റ്റിംഗ് കിട്ടി. ദെൻ ഇവിടുന്ന് നമുക്ക് താഴേക്കുള്ളൊരു നെഗറ്റീവ് ട്രെൻഡ് ആയിരുന്നു, അത് ഇവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു CH കിട്ടി. ഓക്കെ, നിങ്ങൾ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് വരുന്നത്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ എന്താണ്? വീണ്ടും പ്രൈസ് CH തന്നു കഴിഞ്ഞ്, മൊമെന്റം ഷിഫ്റ്റിംഗ് തന്നു കഴിഞ്ഞ് വീണ്ടും ഇതുണ്ടോ, ഇവിടെ വീണ്ടും ഒരു ഹയർ ഹൈ ഫോം ചെയ്യുന്നു, വീണ്ടും ഒരു ഹയർ ലോ, ഹയർ ഹൈ, അങ്ങനെ പോകുന്നു. സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ആണ്. ഇത് പല ടൈം ഫ്രെയിമിനകത്ത് നമുക്ക് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഹയർ ടൈം ഫ്രെയിമിനകത്തെ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് എടുക്കാൻ പറ്റും, അതനുസരിച്ച് ലോവർ ടൈം ഫ്രെയിമിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഈ സെയിം കാര്യം തന്നെയാണ് നമ്മൾ നമ്മളുടെ ടൂളിലും ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ടൂളിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടാണ് അപ്രോച്ച് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലായി. ഇനി ഇതിനകത്ത് തന്നെ അടുത്തൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്, ഓർഡർ ബ്ലോക്ക്. അതായത് പ്രൈസ് ഇങ്ങനെ മുകളിലേക്കും താഴോട്ട് പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ എവിടെ എൻട്രി എടുക്കും? അതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ നോർമലി, എവിടെ എൻട്രി എടുക്കും എന്നുള്ളത്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി പെൻഡിങ് ഓർഡേഴ്സ് കിടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നടക്കാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് ഓർഡർ ബ്ലോക്ക്. അപ്പം അതിനകത്ത് ഓർഡർ ബ്ലോക്ക് എവിടെയാണെന്ന് നമ്മൾ ഇനി കണ്ടുപിടിക്കണം. അവിടെയാണല്ലോ നമ്മൾ എൻട്രി എടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത്, കണ്ടിന്യൂവേഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഓർഡർ എടുക്കാനുള്ളൊരു സ്ഥലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. ഓക്കെ,
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി പോസിറ്റീവ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ്, അതായത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഹയർ ഹൈ പോകുന്നു, അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവം പോസിറ്റീവ് സൈഡിലേക്ക് ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വന്നിട്ടുള്ള സെൽ ടു ബൈ ക്യാൻഡിലായിരിക്കും. ഓക്കെ, ലാസ്റ്റ് സ്വിങ് ഇതാണല്ലോ, ലാസ്റ്റ് സ്വിങ് ഏരിയ, സ്വിങ് ലോ, ഇവിടെ വന്നിട്ടുള്ള സെൽ ടു ബൈ ക്യാൻഡിലാണ്. ഓക്കെ, സെൽ ടു ബൈ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റിനെ താഴേക്ക് സെല്ലേഴ്സ് ട്രൈ ചെയ്യുന്നു, ബട്ട് അവിടെ എന്താണ്, ബയ്യേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കാണുമല്ലോ, അതാണ് സെൽ ടു ബൈ ക്യാൻഡിൽ. അപ്പോൾ അതിനെ നമ്മൾ നോർമലി ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, അതിനെ നമ്മൾ എന്താണ്, ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒരു വര നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രൈസ് ഇവിടെ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് പ്രൈസ് താഴെ എവിടെ വരണം, ഈ ഓർഡർ ബ്ലോക്കിൽ വന്നിട്ട് ഇവിടെ നിന്ന് നമ്മളുടെ ഓർഡർ എടുത്തിട്ട് അടുത്ത ഹൈ വെക്കണം. ഇതാണ് കൺസെപ്റ്റ്. ഇതിനകത്ത് നിങ്ങൾക്ക് FEG വാല്യൂസ് വരും, അല്ലെങ്കിൽ ലിക്വിഡിറ്റി സോൺ ഇതിനിടയ്ക്ക് വരും, നിങ്ങൾക്ക് ഈ ഏരിയയിൽ വരും. അതുപോലെ തന്നെ പല കാര്യങ്ങൾ വേറെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, SMCക്കകത്ത് തന്നെ വേറെ പല കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇതാണ് ഇപ്പം ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക്, ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള സെൽ ടു ബൈ ക്യാൻഡിൽ. ഒരു സെല്ല് നടക്കുന്നു, അവിടെ നിന്ന് ബയ്യേഴ്സ് കൺട്രോൾ ആയ സ്ഥലം, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ യു ടേൺ എടുത്തിട്ടുള്ള മാർക്കറ്റ്, അതാണ് ഓർഡർ ബ്ലോക്ക് ഏരിയ. ഓക്കെ, അതുപോലെ മുകളിൽ നിന്ന് താഴോട്ടാണെങ്കിലും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം എവിടെ നിന്നാണോ മാർക്കറ്റ് യു ടേൺ എടുക്കുന്നത്, അതാണ് ബൈ ടു സെൽ ക്യാൻഡിൽ. ലാസ്റ്റ് ബയ്യേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് അവരെ കൊണ്ട് അത് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ സെല്ലേഴ്സ് ടേക്ക് ഓവർ ചെയ്ത സ്ഥലം. ഓക്കെ, അതാണ് ബൈ ടു സെൽ ക്യാൻഡിൽ ഇവിടെ. ഓക്കെ, മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വരുന്നുണ്ട് അല്ലേ, ഇതൊരു സെൽ ടു ബൈ ക്യാൻഡിലാണ്. ഇവിടെ സെല്ലേഴ്സ് അഗ്രസീവായിട്ട് ലോ, അതായത് ഈ പ്രീവിയസ് ലോയിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, ബട്ട് ബയ്യേഴ്സ് ഇടയ്ക്ക് വന്ന് അതിനെ കൺട്രോൾ ചെയ്ത് വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പം ഇവിടെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോർമലി ഇവിടെ നിന്ന് മുകളിലേക്ക് എൻട്രി പോകണം. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ മുകളിൽ നോക്കിയാൽ ഇവിടെ സെയിം ആണ്, ഈ സെൽ ടു ബൈ ക്യാൻഡിൽ ഏരിയ ഇവിടെ വരും. ഓക്കെ, സെൽ ടു ബൈ ക്യാൻഡിൽ ഇവിടെ വരും. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഓർഡർ ബ്ലോക്ക് വരും, സെൽ ടു ബൈ ക്യാൻഡിൽ വരും. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കിയാൽ ചോച്ച് വന്നിട്ടുണ്ട്, CH വന്നു. സോ നമ്മൾ എന്താണ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, മുകളിലാണ് ഇനി ഓർഡർ ബ്ലോക്ക് വരുന്നത്. കാരണം മാർക്കറ്റ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം സെല്ലേഴ്സ് അഗ്രസീവായി, അതായത് ബയ്യേഴ്സിനെ വീണ്ടും കൺട്രോൾ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരികയും സെല്ലേഴ്സ് അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ മാർക്കറ്റ് താഴേക്ക് ഷിഫ്റ്റിംഗ് തന്നു. സോ നമുക്ക് മുകളിൽ സെൽ ടു ബൈ ക്യാൻഡിൽ വരും. ഓക്കെ, അപ്പോൾ അതാണ് മുകളിലത്തെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, വീണ്ടും പ്രൈസ് നേരെ മുകളിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ടാപ്പ് ചെയ്യുമ്പം ഓർഡർ വരും. അത് ഇവിടെ ഒരു ഓൾറെഡി സെല്ലേഴ്സ് ട്രിഗർ ആയ സ്ഥലമാണല്ലോ, അപ്പോൾ അവിടെ വീണ്ടും ഓർഡേഴ്സ് പെൻഡിങ് ആണ്. പ്രൈസ് വീണ്ടും അവിടെ ചെല്ലുമ്പം വീണ്ടും ഡ്രോപ്പ് ആവും. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഓർഡർ ബ്ലോക്ക് ഈ ഒരു ബൈ ടു സെൽ ക്യാൻഡിൽ വരും. അതായത് ഇവിടെ മാർക്കറ്റിൽ ബയ്യേഴ്സ് അഗ്രസീവായി, ബട്ട് അവർക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല, വീണ്ടും സെല്ലേഴ്സ് കൺട്രോൾ എടുത്തു. സെയിം കാര്യം തന്നെയാണ് താഴെ നടക്കുന്നത്. ഓക്കെ, ഈ ചോച്ച് ഗ്രീൻ ആയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഷിഫ്റ്റിംഗ് ഗ്രീൻ ആണ്. കാരണം ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലോയും കട്ട് ചെയ്ത് മുകളിലേക്കുള്ള ഹൈയും കട്ട് ചെയ്തപ്പം അത് നോർമലി തിരിഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഓർഡർ ബ്ലോക്ക് വരും, പിന്നെ സെയിം ഈ ഓർഡർ ബ്ലോക്ക് തന്നെയാണ് താഴെയും വരുന്നത്. സംഭവം മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് നമ്മളുടെ ടൂളിൽ ഉള്ളത്. ഇതിനകത്ത് ഇനി ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ലിക്വിഡിറ്റി കിടക്കുന്ന ഏരിയ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടിന്യൂ ആയിട്ട് ഇപ്പം ഇവിടെ നോക്കി, ഇവിടെ ഇതൊരു ചോച്ചാണ്, അതായത് മാർക്കറ്റ് ഷിഫ്റ്റ് ആയപ്പോൾ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കാണ്. അപ്പം ഇതിന് താഴെയുള്ള ഹൈസിൽ മാർക്കറ്റ് നോർമലി ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വരാതെ നേരെ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ചെല്ലും. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതിന് മുകളിലുള്ള ലിക്വിഡിറ്റി കാര്യങ്ങളെല്ലാം മാർക്കറ്റ് എടുത്തിട്ട് നേരെ ഓർഡർ അവിടെ പോയി ടാപ്പ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വരും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ ഇതിനെല്ലാം ടാക്കിൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുടെ ടൂള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ആഡ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുവാണ്. നോർമലി സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് കൺസെപ്റ്റ് മാത്രം നമ്മളുടെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഈ ഒരു SMC ഒന്നും പഠിക്കണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഇതിലും നല്ല എൻട്രീസ് കിട്ടും. ഞാൻ കാണിച്ചു തരാം.
ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ ടൂളിനകത്ത് പോയിട്ട് കാണിക്കാം. ഇപ്പോൾ കണ്ടോ, സ്ട്രക്ചർ നമുക്ക് ചേഞ്ച് ആയിട്ടുള്ളത് എവിടെയാണ്? ആക്ച്വലി ഷിഫ്റ്റിംഗ് നടന്നിട്ടുള്ളത്, അതായത് നമ്മുടെ സെറ്റപ്പ് വെച്ച് അല്ലെങ്കിൽ നമ്മളുടെ ടൂളിൻ്റെ ഷിഫ്റ്റിംഗ് നടക്കുന്നത് ഇതുകൊണ്ട് ഈ ഏരിയ മുതൽ ഷിഫ്റ്റിംഗ് സ്റ്റാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ പ്രൈസ് ബിഹേവിയർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ സെറ്റപ്പ് വെച്ച് സെൽ എൻട്രീസ് ഇനീഷ്യേറ്റ് ചെയ്ത് പോരാം. അതായത് മൈനർ എം ടി എൽ ഇവിടെയാണ് നെഗറ്റീവായി തുടങ്ങുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിലാണ് സെൽ എൻട്രി വരുന്നത്. നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ് നോർമലി. ഓക്കെ, എം ടി എല്ലിനകത്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയിട്ട് തന്നെ ഉള്ളു അതിനകത്ത് പോരത്തുള്ളൂ. ഞാൻ ഇന്ന് ഗ്രൂപ്പിലൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിപ്പോൾ 15 മിനിറ്റിൻ്റെ ചാർട്ടാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് മൈനർ ടൈം ഫ്രെയിം, അതായത് 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ യൂസ് ചെയ്ത് സെയിം ഈ ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് എൻട്രി മോഡ് അവൈലബിൾ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ട്. എൻട്രി മോഡ് ഇട്ട് കഴിഞ്ഞാൽ, ബാലൻസ്ഡ് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എൻട്രി കിട്ടും. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് കാണിക്കും. അതുപോലെ എത്ര പോയിന്റ് നിങ്ങളുടെ ഫേവറിൽ മൂവ് ആയെന്ന് കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഫാസ്റ്റ് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എൻട്രി കിട്ടും. സ്കാൽപ്പിംഗ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നോർമലി ചെറിയ ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും സ്കാൽപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള എൻട്രി കിട്ടിക്കൊണ്ടേയിരിക്കും. ബട്ട് നിങ്ങൾ ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ട്രെൻഡ് മനസ്സിലാക്കണം. ഈ ഒരു ട്രെൻഡ്, അതായത് ഹയർ ടൈം ഫ്രെയിമും ലോവർ ടൈം ഫ്രെയിമിൻ്റെയും ട്രെൻഡിനെ കമ്പൈൻ ചെയ്ത് വേണം എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് സക്സസ് റേഷ്യോ കുറച്ചുകൂടി കൂടുതലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇതിനകത്ത് വന്നിട്ട് ഇതിനകത്ത് കുറേ സെറ്റിങ്സുകളുണ്ട്. ഞാൻ എല്ലാ സെറ്റിങ്സും ഇപ്പം നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല. ഇതുകൊണ്ട് ഇവിടെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഇൻഫർമേഷൻ ലോവർ ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് സോണായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ലെവലായിട്ടും എടുക്കാൻ പറ്റും. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെക്കുറിച്ചുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ബുക്ക് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ HTF എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് ഐഡൻറ്റിഫയർ എന്നാണ്. അതായത് ബ്രോഡർ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ്. ലാസ്റ്റ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ SMC എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് എനേബിൾ ചെയ്തു. അതുപോലെ തന്നെ ഷോ MS എന്നുള്ള ഓപ്ഷൻ ഞാൻ ഓൺ ചെയ്യുകയാണ്. അതായത് MS എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഷിഫ്റ്റിംഗ്. സാധാരണ നിങ്ങൾ SMC യൂസ് ചെയ്യുന്നവർക്ക് CH എന്ന് പറയും, ക്യാരക്ടർ ചേഞ്ചിങ് ഇല്ലേ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അത് കഴിഞ്ഞ് താഴെ നോക്കിക്കഴിഞ്ഞാൽ BS, അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. നമ്മൾ കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം സെയിം സംഭവം തന്നെ ഇവിടെ നമ്മൾ BS എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഓർഡർ ബ്ലോക്ക്, നോർമലി OB എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. പിന്നെ ഇതിനകത്ത് FVG വാല്യൂസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, ഇത്രയും കൊടുത്തപ്പോൾ തന്നെ നമുക്ക് നോർമലി എന്താണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. MS വരുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും. ഓക്കെ, മാർക്കറ്റ് ഷിഫ്റ്റിംഗ് തരുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ആവുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ അത് നമുക്ക് BS എന്നുള്ള രീതിയിൽ തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ലിക്വിഡിറ്റി സോൺ ഉണ്ടല്ലോ, അത് സെയിം സംഭവം തന്നെയാണ് ഈ കിടക്കുന്നത്, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ ഫർദർ ആയിട്ടുള്ള ലേണിംഗ് വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും MS എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ അടുത്ത ഹൈ ടാപ്പ് ചെയ്തപ്പം ഓക്കെ ഇവിടെ നമുക്ക് മൊമെൻറ്റം ഷിഫ്റ്റിംഗ് കിട്ടി. ബട്ട് നമ്മളിവിടെ ലോങ് പോണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ ഓവറോൾ സ്ട്രക്ചറും മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നതെന്നും അനുസരിച്ചാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ നോർമലി ഇവിടെ MS എന്ന് കഴിയുമ്പോൾ താഴെ ഓർഡർ ബ്ലോക്ക് വരുമല്ലോ. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വരണം അല്ലേ, ഇവിടെ ഓർഡർ ബ്ലോക്ക് വരും. ഇത് ലിക്വിഡിറ്റി ഏരിയ ആണ്. വീണ്ടും പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് ട്രൈ ചെയ്യുന്നുണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി. അതായത് ഈ MS-ൻ്റെ പവറാണിത്. ഓക്കെ, അതായത് ഈ ഒരു പ്രീവിയസ് ആയിട്ട് വന്ന ഹൈനെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനെ ഷിഫ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ഈ താഴേക്കുള്ള ഈ ഒരു കണ്ടിന്യൂവേഷൻ BS എന്ന് പറയുന്ന സംഭവത്തിനെ മുകളിലേക്ക് പ്രൈസ് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് പ്രൈസ് ട്രൈ ചെയ്തു. ബട്ട് അവിടെ നമുക്ക് മുകളിലേക്ക് പോകേണ്ട കാര്യം ഇല്ല. കാരണം ഹയർ ടൈം ഫ്രെയിം അനുസരിച്ച് മാർക്കറ്റ് നെഗറ്റീവിലാണ് നിൽക്കുന്നത്. ബാക്കി ഓവറോൾ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ വേറെ എന്ത് ചെയ്യാം, അടുത്ത കണ്ടിന്യൂവേഷന് നമുക്ക് പോയി എൻട്രി എടുക്കാം. ഓക്കെ, ഇവിടെ ഒരു കണ്ടിന്യൂഷൻ വന്നിട്ടുണ്ട്. നോർമലി ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ. സോ സെൽ ഓർഡർ ബ്ലോക്ക് ആണല്ലോ, സെയിം MTL-ലേക്ക് കയറി വന്നു, MTL-ലേക്ക് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തു, വീണ്ടും താഴേക്ക് പ്രൈസ് പോരുന്നു. ഓക്കെ, താഴെ ലിക്വിഡിറ്റി സോണാണ്. നോർമലി നിങ്ങൾ ലിക്വിഡിറ്റിനെ യൂസ് ചെയ്യുന്ന പോലെയല്ല ഈ ഒരു കൺസെപ്റ്റിൽ. ഇത് നമ്മൾ നേരിട്ട് അതിനെ പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എല്ലാം സെയിം തന്നെയാണെന്ന് നിങ്ങൾ വലിയ രീതിയിൽ കൺഫ്യൂഷൻ കൊണ്ടുവരാതിരിക്കുക. അധികം കാര്യങ്ങൾ പഠിച്ച് കുളവാക്കാതിരിക്കുക. വളരെ സിമ്പിളായിട്ട് അപ്രോച്ച് വെക്കുക. സിസ്റ്റമാറ്റിക് വേയിലൂടെ മാത്രം അപ്രോച്ചിനെ നിങ്ങൾ മൂവ് ചെയ്യിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രോപ്പറായിട്ടുള്ള ഒരു ബേസ് സെറ്റായി വരും. നിങ്ങൾക്ക് റൂള് കാര്യങ്ങളെല്ലാം ബിൽഡപ്പ് ആയിട്ട് വരും. അപ്പം കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്ത് പോരാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇതുണ്ട്. ഇവിടെ നമുക്ക് ഷിഫ്റ്റിംഗ് തന്നപ്പോൾ ഇവിടെ നമുക്കൊരു എം എസ് താഴേക്ക് തന്നിട്ടുണ്ട്. ദെൻ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ബി എസ് വെച്ചു. ഇവിടെ എം എസ് തന്നപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഈ ഹൈനെ കട്ട് ചെയ്തിട്ട് വേണം ആക്ച്വലി ഇവിടെ താഴേക്ക് വന്ന് ഇവിടെ എം എസ് തരാൻ വേണ്ടി. പക്ഷേ ഇത് മൈനർ എം എസ് ആണ് അല്ലേ. ഈ ഹൈനെ ടാപ്പ് ചെയ്യാതെ ഒരു മൈനർ ഹൈ വെച്ചിട്ട് തിരിച്ച് താഴേക്കുള്ള ലോയിനെയാണ് ഇത് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് മൈനറായിട്ടുള്ളൊരു എം എസ് ആണ്. എന്നാലും കുഴപ്പമില്ല, മൈനർ എം എസ് ആണെങ്കിലും അതിന് കണ്ടിന്യൂവേഷൻ ഉണ്ടെങ്കിൽ അടുത്ത ബി എസ്സിൽ കണ്ടിന്യൂവേഷൻ കിട്ടി. സോ മൈനർ എം എസിൻ്റെ ആണെങ്കിൽ ഓർഡർ ബ്ലോക്ക് മുകളിൽ കിടപ്പുണ്ട് അല്ലേ. അതായത് ഈ എം എസിൻ്റെ ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. മാർക്കറ്റ് എന്താണ്, നമ്മുടെ 15 മിനിറ്റ് അനുസരിച്ച് പോസിറ്റീവ് നിൽക്കുവാണ്. ഈ ഏരിയ എം ടി എൽ ആണ്, കണ്ടില്ലേ, എം ടി എൽ ഏരിയ ആണ്. ബട്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ കണക്ട് ആക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ SMC വെച്ച് കണക്ട് ആക്കുന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഫോളോ ത്രൂ ബി എസ് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൂടെ വന്നു കഴിഞ്ഞപ്പോൾ നേരെ ചെറിയ ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 1 മിനിറ്റിലേക്ക് ഇത് എം ടി എൽ ആയിരിക്കും, കറക്റ്റ് എം ടി എൽ സോൺ ആണ് 1 മിനിറ്റിൽ ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്, ഹയർ ടൈം ഫ്രെയിമിൽ സപ്ലൈ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. ഹയർ ടൈം ഫ്രെയിമിൽ സപ്ലൈ ഉണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിൽ വന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ താഴേക്കുള്ള എൻട്രി എടുക്കുക. ഓക്കെ, അങ്ങനെ വേണം ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ FEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അതായത് നിങ്ങളിപ്പം ഒരു ക്യാൻഡിൽ, അതുകൂടെ പറഞ്ഞേക്കാം എന്താണെങ്കിലും, നോർമലി ഇവിടെ ഒരു ക്യാൻഡിൽ ഫോമായി. ഓക്കെ, അടുത്ത ഒരു ക്യാൻഡിൽ ഇവിടെ ഫോമായി. ഓക്കെ, അടുത്ത ക്യാൻഡിൽ ഇവിടെ ഫോമായി. ഈ ക്യാൻഡിൽ, അതായത് ഈ ക്യാൻഡിലും ഈ ക്യാൻഡിലും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ വാല്യൂസിൽ നോർമലി ഗ്യാപ്പ് വരാൻ പാടില്ല. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ലോ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ആയിട്ട് അലൈൻ ആയിരിക്കണം. ഓക്കെ, സോ ഇങ്ങനെ വന്നില്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു ഇംബാലൻസ് വരും. അപ്പോൾ ആ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു സപ്ലൈ ഡിമാൻഡായിട്ട് വർക്ക് ചെയ്യും. വീണ്ടും പ്രൈസ് ആ റേഞ്ചിന്, അതായത് ആ ഏരിയയിലുള്ള ഓർഡേഴ്സിനെ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്കിന് തൊട്ട് താഴെ FEGs അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നോർമലി എന്താണ്, ആ ഓർഡർ ബ്ലോക്കിന് നല്ല ഒരു വാല്യൂ ഉള്ള ഓർഡർ ബ്ലോക്കായിട്ട് മനസ്സിലാക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു FEG ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ ക്യാൻഡിൽ നോക്കി, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ ക്യാൻഡിലിൻ്റെ ലോ മുതൽ അടുത്ത ക്യാൻഡിൽ താഴെ വരെ ഒരു ഗ്യാപ്പ് നിൽക്കുന്നുണ്ടോ. സോ നമുക്കത് FEG ആയിട്ട് കണക്കാക്കാം. അപ്പം ഇത് ഒരു ഓർഡർ ബ്ലോക്ക് മുകളിലുണ്ട് അല്ലേ. അപ്പം ഈ FEG ഇവിടെ ഉള്ളതുകൊണ്ട് മേ ബി പ്രൈസ് ഇതിനകത്തൂടെ വന്നിട്ട് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിലേക്ക് തന്നെ വരണമെന്ന് നമുക്ക് വാശി പിടിക്കാനും പറ്റത്തില്ല. FEG ആയിട്ട് അലൈനായിട്ട് കിടക്കുന്ന ഓർഡർ ബ്ലോക്ക് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് വീണ്ടും നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ എൻട്രി വന്നിട്ടില്ല. അവിടെ എന്താണ് സംഭവിച്ചത്, വീണ്ടും MTL സോണിൽ നിന്ന് നേരെ തൂക്കി താഴോട്ടടിച്ച് വീണ്ടും റിജക്ഷൻ എടുത്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് SMC പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ICTയും സെയിം ആണെന്ന്, ഇന്നർ സർക്കിൾ ട്രേഡിങ്. ഇതൊന്നും അല്ല, ഇതല്ലാതെ വേറെ എന്തുമാത്രം രീതിയിലുള്ള ട്രേഡിംഗ് ഉണ്ട്. നിങ്ങൾക്കറിയോ, അസ്ട്രോളജി യൂസ് ചെയ്ത് ട്രേഡിങ് ചെയ്യുന്ന കാലമായത്. ഓക്കെ, 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയാണ് കോഴ്സിന്. അതായത് ചന്ദ്രനും സൂര്യനും ശനിയും അതും ഇതുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ചാർട്ട് കിട്ടും. ആ ചാർട്ടിനകത്ത് ഇതിൻ്റെയൊക്കെ വാല്യൂ കാണും, ഇതിൻ്റെ ഡിഗ്രി കാണും, എങ്ങോട്ടാണ് നിൽക്കുന്നത്. അതനുസരിച്ച് ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ ബൈ ചെയ്യുന്ന കോഴ്സുകൾ വിൽക്കുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് പ്രൈസ് ലെവൽസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അതായത് ഒരു എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. അപ്പോൾ അതിനകത്ത് ഒരു വർഷത്തേക്കുള്ള ലെവൽസ് ഒക്കെ ഓൾറെഡി അവിടെ കാണും. നിങ്ങൾ പിന്നെ അവിടെ പോയി ആ ലെവൽ വരുന്ന ദിവസങ്ങളിൽ അതനുസരിച്ച് ട്രേഡ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ പല പല ട്രേഡിംഗ് സെറ്റപ്പുകൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കറക്റ്റായിട്ട് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൾക്കാർ ഇപ്പോൾ പറയും, ഞാൻ ഇതിനകത്ത് 8 വർഷമായി 10 വർഷമായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയും. നോർമലി അത് അവരുടെ തെറ്റാണ്. അവർ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കത്തില്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർ പല കാര്യത്തിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. SMC വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കും ഈ കാര്യങ്ങളൊക്കെ അല്ലാതെ SMCക്കകത്ത് വേറൊരു ഇതും ഇല്ല. നോർമലി പഠിപ്പിക്കുന്നവന്മാർ പലതും പഠിപ്പിക്കും, കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. ഓക്കെ, അതൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കത്തുള്ളൂ, നിങ്ങൾക്ക് എൻട്രി കിട്ടത്തില്ല. ഓക്കെ, ഈ ഓർഡർ ബ്ലോക്കിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ കറക്റ്റായിട്ട് വീണ്ടും വീണ്ടും വന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു യൂണിവേഴ്സൽ സ്ട്രാറ്റജി അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ അങ്ങ് നിന്നാൽ പോരെ, ആ ഓർഡർ ബ്ലോക്ക് വരുമ്പോൾ എടുത്താൽ പോരെ. അപ്പോൾ അതിനകത്തും ഇല്യൂഷനും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവും. അതായത് നിങ്ങളിപ്പം ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്നിട്ടില്ല,
നിങ്ങൾ നോക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മെൻറ്ററോട് ചോദിക്കും, അയ്യോ വന്നിട്ടില്ലല്ലോ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പം അവൻ വേറെ കാര്യം പറയും. അതിനകത്ത് വേറൊരു റീസൺ പറഞ്ഞ് നിങ്ങളെ കൺവീനിയൻസ് ചെയ്യും. ഓക്കെ, അത് ഇന്ന കാരണം കൊണ്ടാണെന്നുള്ളത്. അപ്പം അതിനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ദെൻ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ ബൈ.